എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടിയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കൂടുതൽ ജനകീയമാകുന്നതിന് വേണ്ടി, ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഏകീകൃതമായ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ചാലക്കുടി ആനമല ജംഗ്ഷൻ റോഡിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് 2020 രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ ജനങ്ങളുടെ വിശ്വാസം ഏറ്റവും കൂടുതൽ ആർജിക്കുവാനും ആ വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്ന തരത്തിലുള്ളൊരു ഇടപെടലാണ് 2020 രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ചാലക്കുടിയിൽ നടത്തുന്നത്. തീർച്ചയായിട്ടും ചാലക്കുടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച രീതിയിലുള്ള ഒരു ഇടപെടലാണ് 2020 രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചാലക്കുടിയിൽ നിന്നുള്ള വോട്ടർമാരിൽ ലഭിച്ചത്. ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം 10,000 വോട്ടുകൾ ഈ ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിന് മേടിച്ചപ്പോൾ ചാലക്കുടി നിയോജക മണ്ഡലത്തിലും 2020 രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി ശബ്ദിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുമുള്ള ഒരു ജനസമൂഹം ഉണ്ട് എന്നുള്ളൊരു കൃത്യമായി തന്നെ വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് 2020 രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. കൂടുതൽ ഐക്യത്തോടെ ഈ മണ്ഡലത്തിൻ്റെ വിവിധ പഞ്ചായത്തുകളിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അടുത്ത തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പാർട്ടിയെ കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടിയാണ് 2020 രാഷ്ട്രീയ പ്രസ്ഥാനം ഈ നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസ് ഇവിടെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുന്നത്. അതിന് ഈ പാർട്ടി പ്രസ്ഥാനത്തിന് സാധിക്കട്ടെ. ജനങ്ങൾക്കിടയിൽ കൂടുതൽ വിശ്വാസം ആർജിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ പടർന്നു പന്തലിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചാലക്കുടിയിൽ മികച്ച രീതിയിലുള്ള പിന്തുണ നേടാൻ സാധിക്കട്ടെ. ഈ 2020 രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഈ നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസ് അതിനായിട്ടുള്ള ഒരു കേന്ദ്രമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടന്നില്ല. പാർട്ടി ചാലക്കുടി നിയോജകമണ്ഡലം പ്രവർത്തക കൺവെൻഷനും ഓഫീസ് ഉദ്ഘാടനവും ചാലക്കുടിയിൽ നടന്നു. പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഗോപകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ, കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ്, കയ്പമംഗലം പ്രസിഡന്റ് ഹരിശങ്കർ പുല്ലാനി, ആന്റണി പുളിക്കൻ, ജിത്തു മാധവ്, PD വർഗീസ്, റോയ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്ത് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുവാൻ പാർട്ടി തീരുമാനിച്ചു. നമുക്കറിയാം, പല രാജ്യത്തും ഇപ്പോൾ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇവിടെയും അതുപോലെയുള്ള ചിന്തകൾ ഉണ്ടായി. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തന്നെ അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത് അയച്ച ജനങ്ങൾക്ക് തന്നെ അവരുടെ ജനപ്രതിനിധി നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുന്നില്ല എന്ന് തോന്നിയാൽ അവരെ തിരിച്ചു വിളിക്കാനുള്ള ഒരു അധികാരം കൂടെ ജനങ്ങൾക്ക് കൊടുക്കണമെന്ന രീതിയിലുള്ള മുന്നോട്ട് പോകുമ്പോൾ അതുപോലെ പരസ്യമായി കുന്നത്ത് നാട് ഇതുപോലെ ജനങ്ങളെ എല്ലാം ഏകദേശം എനിക്ക് തോന്നുന്നു 10,000-20,000 ജനങ്ങളെ അവിടെ വിളിച്ചുകൂട്ടി പരസ്യമായി വിചാരണ നടത്തി ആ ജനപ്രതിനിധിയെ പുറത്താക്കി മുന്നോട്ട് പോയൊരു പാർട്ടിയാണ് 2020. ഇത് എത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കും? പലരും ചോദിച്ചു, നമ്മൾ എന്തിനാണ് ഇതുപോലെ സമ്മേളനം കൂടി നമ്മുടെ അകത്തുള്ള ഒരു ചീഞ്ഞ പഴത്തെ മാറ്റുമ്പോൾ എന്തിനാണ് ഇതുപോലെ വിളിച്ചുകൂട്ടി ചെയ്യുന്നത്? പക്ഷെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു, ഇതൊരു മാതൃകയാണ്. ജനങ്ങൾ മനസ്സിലാക്കണം, മറ്റു ജനപ്രതിനിധികൾ മനസ്സിലാക്കണം, ഇനി തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ജനപ്രതിനിധികൾ മനസ്സിലാക്കണം ഈ പാർട്ടിയുടെ മൂല്യം എന്തെന്ന്. അതുകൊണ്ട് തന്നെ ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തു എന്ന് ഏറ്റുപറഞ്ഞ് ജനങ്ങളെ കൊണ്ട് തന്നെ അവർക്ക് വേണ്ട ശിക്ഷ വിധിച്ച് അവരെ പുറത്താക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടിയായി 2020 കണ്ടാൽ ജനങ്ങൾ അവരുടെ കൂടെ അണിനിരക്കും. രാഷ്ട്രീയ പ്രവർത്തനം പലപ്പോഴും വാഗ്ദാനങ്ങൾ നൽകലാണ്. പലപ്പോഴും BJP നൽകിയ വാഗ്ദാനങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ നൽകിയ വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ നൽകിയ വാഗ്ദാനങ്ങളൊക്കെ എന്തായി എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും, ഇലക്ഷൻസ് സമയത്ത് ഞങ്ങൾ അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ആരെങ്കിലും പാലിക്കാറുണ്ടോ എന്ന് ഇവിടെ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. 2020 പാർട്ടി ഈ ജനത്തോട് എന്ത് പറയുന്നു അത് നടപ്പിലാക്കിയ പ്രാവർത്തികമാക്കിയ പ്രസ്ഥാനമാണ് 2020. അതാണ് നമ്മുടെ സവിശേഷത എന്ന് പറയുന്നത്. ഒരു ഗ്രാമത്തെ നമ്മൾ കിഴക്കമ്പലം മാതൃകയായി എടുത്തുകൊണ്ട് പരിവർത്തനം ചെയ്ത ഒരു പ്രസ്ഥാനമാണ്. ഒരു ഗ്രാമപഞ്ചായത്തിനെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിച്ച പ്രസ്ഥാനമാണ്. മാറ്റം സാധ്യമാണ് എന്ന് തെളിയിച്ച പ്രസ്ഥാനമാണ്. ആ മാറ്റം സാധ്യമാക്കുമെന്ന് നമുക്കറിയാം. ഏതെല്ലാം തലങ്ങളിലെല്ലാം ജനങ്ങളെ ഏതെല്ലാം പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടോ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താൻ രാഷ്ട്രീയത്തിലൂടെ സാധിക്കുമോ എന്ന് കണ്ടെത്തിയ പ്രസ്ഥാനമാണ് 2020. അതുകൊണ്ടാണ്
നമ്മൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ 2020 ആരംഭിക്കുമ്പോൾ അവിടുത്തെ 7000-ഓളം കുടുംബങ്ങളിൽ പാർട്ടിയുടെ ചെയർമാൻ ശ്രീ സാബുൻ ജേക്കബ് ചെന്ന് ഓരോ കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് ആ പ്രശ്നങ്ങൾക്കെല്ലാം നമ്മൾ 4-5 വർഷം കൊണ്ട് പരിഹാരം കണ്ടെത്തുകയാണ്. അവിടെ ശാസ്ത്രീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിക്ക് ഒരു വരുമാന മാർഗമില്ലെങ്കിൽ അപ്രകാരമുള്ള പദ്ധതികൾ നമ്മൾ കണ്ടെത്തുകയാണ്. മറ്റു കാര്യങ്ങൾ ഗോകുമാർ സാർ പറഞ്ഞു. 1000-ഓളം വീടുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഭവനരഹിതരായ ഒരു മനുഷ്യൻ പോലും ഇന്ന് കിഴക്കമ്പലത്തില്ല. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, വളർത്തുക, പരിപോഷിപ്പിക്കുക. ഇതാണ് സാമാന്യേന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും സർക്കാരും ചെയ്യേണ്ടത്. ലോകോത്തരമായൊരു തത്വമാണ് സാധാരണക്കാരൻ്റെ, പാവപ്പെട്ടവൻ്റെ ജീവിത നിലവാരം ഉയർത്തുകയും വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. അങ്ങനെ സാധാരണക്കാരുടെ മാത്രമല്ല, ആ പഞ്ചായത്തിൽപ്പെട്ട അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിൽപ്പെട്ട മുഴുവൻ ആളുകളുടെയും ജീവിത നിലവാരം ഉയർത്താനും വളർത്താനും പരിപോഷിപ്പിക്കാനും കഴിഞ്ഞ കർമ്മ പദ്ധതികളുമായിട്ടാണ് 2020 മുന്നോട്ട് പോകുന്നത്. മറ്റ് പാർട്ടികളെ പോലെ മണ്ണ് കൂട്ടിവെച്ച് വിരൂപമായിട്ടുള്ള ഒരു പ്രതിമ ഉണ്ടാക്കി അതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയല്ല 2020 കൊണ്ടുപോകുന്നത്. ഈ നാട്ടിലുള്ള എല്ലാ തെറ്റുകളെയും തിരുത്താനായിട്ട്, ആ തെറ്റുകളെ ചോദ്യം ചെയ്യാനായിട്ടും കൂടെയുള്ള അധികാരം ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം കാണിച്ചുകൊണ്ടുള്ള ഏക പാർട്ടിയാണ് 2020. അതുകൊണ്ടാണ് ഞാൻ ഒരു ശില്പിയെ ഉദാഹരണമായി കാണിച്ചത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു ശില്പിക്ക് തുല്യമാണ്. കാരണം നിങ്ങളിലുള്ള ഓരോരുത്തർക്കും, ഇവിടെ സ്റ്റേജിലിരിക്കുന്ന ഓരോരുത്തരുടെയും തുല്യമായിട്ടുള്ള ശബ്ദത്തിനുള്ള ദാർഢ്യം ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. കാരണം മറ്റ് പാർട്ടികളെ പോലെയല്ല, അണികൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കണ്ട എന്ന് പറയുന്ന പാർട്ടിയല്ല 2020 പാർട്ടി. അണികളുടെയും എല്ലാവരുടെയും ഒരേപോലെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പോളിസീസ് തീരുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് 2020. കാരണം സത്യം എന്താണോ, നല്ലത് എന്താണോ സമൂഹത്തിന് വേണ്ടത്, അത് നിലവിൽ കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് 2020 എന്നുള്ള പാർട്ടി. കുറേ ഗുണ്ടകൾ വീട്ടിലോട്ട് കയറി വരുന്നു, എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുന്നു, അവിടെ ഇരിക്കുന്ന ആൾക്കാർ എതിർക്കാൻ പോയാൽ അവർ തല്ലുന്നു. ഈ രീതിയിലുള്ളത് സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ഇന്ന് ജീവിതത്തിൽ കാണിച്ചു തരുന്ന രാഷ്ട്രീയ കക്ഷികളുടെ ഭരണമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ആലോചിച്ച് നോക്ക്. റോഡിൻ്റെ നടുക്ക് സ്റ്റേജ് കെട്ടി നടത്തുന്നു, എന്നിട്ട് ആ പറയുന്ന ഒരു കുറ്റകൃത്യത്തെ എന്തുമാത്രം മ്ലേച്ഛമായ രീതിയിലാണ് അത് നിസാരവൽക്കരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ഒരു സ്റ്റേജ് കെട്ടിയതുകൊണ്ട് എന്താ കുഴപ്പം, അതിൻ്റെ സൈഡിൽ കൂടെ നടന്നങ്ങ് പൊക്കൂടെ എന്നൊരു രാഷ്ട്രീയക്കാരൻ ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊതുജനങ്ങളുടെ എന്ത് സുഖത്തിനും സൗകര്യത്തിനും വേണ്ടിയാണ് ഇവർ പ്രവചിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ചാർലി പോൾ സാറും ഗോപകുമാർ സാറും പറഞ്ഞത് തന്നെ, കഞ്ചാവ് അടിച്ചതിന് എന്ത് ഭംഗിയായിട്ടാണ് നിസാരവൽക്കരിച്ചിരിക്കുന്നത്. ഒരു പുക വലിച്ചത് ഒരു കുഴപ്പമാണോ? അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും കഞ്ചാവ് അടിച്ച് നോക്കാൻ തോന്നും. അത്രയ്ക്ക് വളരെ മധുരമായിട്ട് നിസാരവൽക്കരിച്ചിട്ടാണ് ഒരു ക്രിമിനൽ കുറ്റത്തിനെ അവർ കാണുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ രീതിയിലുള്ള രീതികളെ മാറ്റിമറിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് 2020 മാത്രമേ ഉള്ളൂ.